ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 7. പീഡകരുടെ അഭയകേന്ദ്രമായി BJP. ഒരാളുടെ സംസ്കാരം അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. BJPയുടെയും അവർക്കൊപ്പം നിൽക്കുന്നവരുടെ സംസ്കാരം എന്തെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് കൂടുതൽ തെളിയുകയാണ്. മോദിയുടെ നാരീശക്തി ഗ്യാരണ്ടിയെല്ലാം വെറും വാചക കസർത്ത് മാത്രമാണെന്ന് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്നു. പ്രധാനമന്ത്രി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ കർണാടകത്തിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയുടെ ചെയ്തികൾ ഇന്ത്യ ഞെട്ടലോടെയാണ് കേട്ടത്. 33കാരനായ ലോക്സഭാംഗം 2976 അശ്ലീല വീഡിയോ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചെന്നത് ലജ്ജാകരമെന്നല്ലാതെ എന്തു പറയാൻ. അതും അയാളോട് തന്നെ പീഡന രംഗങ്ങളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വീട്ടുജോലിക്ക് നിന്ന ബന്ധു കൂടിയായ സ്ത്രീയുടെ പരാതിയിലാണ് ഇയാളുടെ ലീലാവിലാസങ്ങൾ പുറത്തറിഞ്ഞത്. ഏപ്രിൽ 26 നടന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസനിലെ NDA സ്ഥാനാർത്ഥിയാണ് ഈ ലൈംഗിക വീരൻ. അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സ്ത്രീയെയും അയാൾ വെറുതെ വിട്ടിരുന്നില്ല. വീട്ടുജോലിക്ക് നിന്ന 3 മക്കളുടെ അമ്മ കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ സ്ത്രീയും ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി. 2021 മുതൽ ഇയാളുടെ പീഡനം സഹിക്കുകയാണെന്നാണ് പരാതി. ഏതാനും പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ആവശ്യത്തിന് MPയുടെ മുന്നിലെത്തിയ വനിതാ നേതാവിനെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അത് മൊബൈലിൽ പകർത്തി. പുറത്തു പറഞ്ഞാൽ ഭർത്താവിനെയും തന്നെയും വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത നാൾ വരെ പീഡിപ്പിച്ചെന്നാണ് പരാതിയിലുള്ളത്. ഇയാൾ നിസാരനല്ല. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകനും മുൻ മന്ത്രിയും MLAയുമായ HD രേവണ്ണയുടെ മകനുമാണ്. പരാതി നൽകിയ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതിന് പിതാവ് രേവണ്ണ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾക്കെതിരെയും പീഡന പരാതിയുണ്ട്. അച്ഛൻ്റെയും മകൻ്റെയുമല്ല രാഷ്ട്രീയ പ്രവർത്തനം അസന്മാർഗിക ജീവിതത്തിന് മറിയിടാൻ മാത്രമുള്ളതാണെന്ന് വ്യക്തമായി. കർണാടകത്തിൽ JDS BJPക്കും ചേർന്നതോടെ വൃത്തികേടുകൾക്കുള്ള ലൈസൻസായി. സംഭവം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പീഡനവീരനെ ആശീർവദിക്കുന്നതും നാം കണ്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നു തന്നെ നയതന്ത്ര പാസ്പോർട്ടിൽ രാജ്യം വിടാനുള്ള സൗകര്യവും BJP ഒരുക്കി. അഴിമതിക്കാർക്കും കാമഭ്രാന്തന്മാർക്കും സുരക്ഷിതമായി വിഹരിക്കാനുള്ള ഇടമാണ് BJP. അതുകൊണ്ടാണല്ലോ ഗവർണർ പോലും ജീവനക്കാരെ കയറിപ്പിടിക്കുന്നതും പുറത്തറിഞ്ഞപ്പോൾ അധികാരത്തിന്റെ മുഷ്കിൽ തുടരുന്നതും. മലയാളിയും റിട്ടയർഡ് IASകാരനുമായ ബംഗാൾ ഗവർണർക്കെതിരെ പരാതി ഉന്നയിച്ചത് രാജ്ഭവനിലെ ജീവനക്കാരിയാണ്. കേരളത്തിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ തരക്കേടില്ലെന്ന് പേരുണ്ടാക്കിയിരുന്ന ആനന്ദ് ബോസ് BJPയിൽ ചേർന്നതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ആലങ്കാരിക സ്ഥാനമാണെങ്കിലും ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ഓഫീസിലെ ജീവനക്കാരോട് അപമര്യാദയെ പെരുമാറുക, എന്നിട്ട് ഉളുപ്പില്ലാതെ അതിന് രാഷ്ട്രീയ നിറം നൽകുക. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്ന ഹുങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യാമെന്ന നിലയാണ് രാജ്യത്ത്. ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച MPയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് BJP. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു. രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായ സാക്ഷി മാലിക്കിനെ പോലുള്ളവർ ദിവസങ്ങളോളം സമരം നടത്തി. എന്നിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാനോ തള്ളിപ്പറയാനോ കേന്ദ്ര സർക്കാരും BJPയും തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൊടുക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ജനരോക്ഷം ഭയന്ന് സീറ്റ് അയാളുടെ മകന് നൽകി ബ്രിജ്ഭൂഷണെ ഒപ്പം നിർത്തി. UPയിലെ കൈസർഗഞ്ചിൽ BJP സ്ഥാനാർത്ഥിയാണ് ഇയാളുടെ മകൻ കരൺ ഭൂഷൺ. പീഡന വീരന്മാരെയെല്ലാം നാണമില്ലാതെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ അണികൾ ഡ്രൈവർ യദുവിനെ പോലെയുള്ളവരാകുന്നതിലും അത്തരക്കാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നവരായി BJPക്കാർ മാറുന്നതിലും അത്ഭുതമില്ല.